ഇന്നത്തെ തീം. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നായി ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, വിശാലമായി ജീവിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ, കാണാത്ത കാഴ്ചകൾ കാണുവാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നവരാണ് പലരും, ആഗ്രഹിക്കുന്നവരാണ് പലരും. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് നടക്കുന്നില്ല. നമുക്കിന്ന് പരിശോധിക്കാം. എ ഷിപ്പ് ഈസ് ഓൾവേസ് സേഫ് അറ്റ് ദ ഷോ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ് ബിൽറ്റ് ഫോർ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കോട്ടാണ്. ഒരു കപ്പൽ ഉണ്ടാക്കുന്നത് അത് കരയിൽ ഇരുത്താൻ വേണ്ടി അല്ല. കപ്പൽ കരയിലിരുന്നാൽ കപ്പൽ പോലും ഇങ്ങനെ ആഗ്രഹിച്ചു പോകും, ഈ കടലിനക്കരെ ഒന്ന് പോകാൻ സാധിച്ചിരുന്നു എങ്കിൽ. കരയിലിരിക്കുന്ന കപ്പലിന് ആഗ്രഹം മാത്രമേ നടക്കൂ. വെള്ളത്തിൽ കൂടി കാണാത്ത കരകളിലേക്ക് യാത്ര നടക്കില്ല. അതിന് കപ്പൽ കര വിട്ട് കടലിലേക്ക് ഇറങ്ങണം. നമ്മൾ പല സോണുകളെ പറ്റി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നോ സ്മോക്കിംഗ് സോൺ എന്നെവിടെയെങ്കിലും എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം ആ പ്രദേശത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യമാണ്. അതേപോലെ തന്നെയാണ് സൈലൻസ് സോൺ. അവിടെ ഒച്ചയുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും പാടില്ല. അവിടെ നിശബ്ദത പാലിച്ചേ പറ്റൂ. നമ്മുടെ ഇന്നത്തെ സോൺ കംഫർട്ട് സോണാണ്. എന്താണ് ഈ കംഫർട്ട് സോൺ? കേൾക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ് ആ വാക്ക്. സുഖം തരുന്ന ഒരു സ്ഥലമാണത്. കംഫർട്ട് തരുന്ന ഒരു സ്ഥലമാണ്. കംഫർട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ ഈ കംഫർട്ട് നമുക്കുണ്ടാക്കുന്ന ഡാമേജുകളെ പറ്റി നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നു, ധ്യാനിക്കുകയാണ്. കംഫർട്ട് സോൺ എന്നാൽ എന്താ? A situation where one feels safe or at ease. ഒരു വ്യക്തിക്ക് തോന്നുകയാണ്, ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ കിടക്കുന്നത് സുഖമാ, സേഫാ, പ്രത്യേകിച്ച് എഫർട്ട് ഒന്നും എടുക്കണ്ട. അങ്ങനെ ഒരു വ്യക്തിക്ക് കംഫർട്ട് തോന്നുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ വ്യക്തിയെ സംബന്ധിച്ച് കംഫർട്ട് സോണാണ്. ഏതുപോലെ? അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ശിശുവിനെ പോലെ. നമ്മൾ ഏറ്റവും സേഫായിരുന്നൊരു കാലഘട്ടം, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ സുഖകരമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലഘട്ടം. എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്നു. യാതൊരുവിധ അല്ലലുകളും അലച്ചിലുകളും ഇല്ലാതെ പോകേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അമ്മ കഴിച്ച ഭക്ഷണത്തിന്റെയൊക്കെ ഒരു പങ്ക് നമുക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാം. പക്ഷേ യാതൊരു എഫർട്ടും എടുക്കാതെ വെരി വെരി കംഫർട്ടബിൾ. മനസ്സിൽ നിന്ന് കണ്ടു നോക്കുക. അമ്മയുടെ ഉദരത്തിൽ തന്നെ 10 മാസം കഴിഞ്ഞും അവിടെ തന്നെ ഇരിക്കാൻ കുട്ടി തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? മറ്റൊരു ചിത്രം എടുത്താൽ, ലൈക്ക് എ പ്ലാന്റ് ഇൻ ദ പോട്ട്, ബോൺസായ് ചെടികൾ, മരങ്ങൾ വളരുന്ന ചട്ടി. ഇങ്ങനെയും വേണമെങ്കിൽ ഒരു ആപ്പിൾ വിത്തിന് വളർന്ന് ഒരു മരം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി ഏതാനും ആപ്പിളുകളും പ്രൊഡ്യൂസ് ചെയ്ത് അഭിമാനത്തോടെ സമൂഹത്തിന് മുമ്പിൽ വേണം നിൽക്കാം. ഞാനും ഇതാ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചട്ടിയിൽ ആണ് എന്ന് മാത്രം. വളരെ കംഫർട്ടബിളാണ്. മിക്കവാറും ഇങ്ങനെയൊരു ചെടി നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇതിന്റെ സ്ഥാനം മിക്കവാറും നമ്മുടെ വീടിന്റെ മുൻപിൽ തന്നെയായിരിക്കാം. ചിലപ്പോൾ വരാന്തയിൽ തന്നെയായിരിക്കാം. അതിഥികൾ വരുമ്പോൾ കാണുന്ന സ്ഥലത്തായിരിക്കാം. എല്ലാവരും ഓമനിക്കും. പക്ഷേ ഈ ആപ്പിൾ മരം നിൽക്കേണ്ടത് ഇവിടെയാണോ എന്നത് മറ്റൊരു ചോദ്യം. കംഫർട്ട് സോൺ. ഏതാനും കാര്യങ്ങൾ ആത്മപരിശോധന നടത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ മാറണ്ട, കാരണം ഇതെനിക്ക് സുഖകരമാണെന്ന് തോന്നാറുണ്ട്. ദ പീപ്പിൾ ദാറ്റ് മേക്ക് യു ഫീൽ അറ്റ് ഈസ്. നിങ്ങൾ സ്ഥിരം കുറച്ച് ആളുകളുണ്ട്. അവരെ നിങ്ങൾ വിളിക്കും, അവരെ നിങ്ങൾ കാണും, അവരുടെ കൂടെ നിങ്ങൾ നടക്കും, അവരുടെ വീടുകൾ നിങ്ങൾ സന്ദർശിക്കും, അവരുടെ കൂടെ ടൂർ പോകും, ചായ കുടിക്കും,
ആൻഡ് യു ഡോണ്ട് ലൈക്ക് ടു ചേഞ്ച് ദീസ് പീപ്പിൾ. പുതിയ ആളുകളെ കൂട്ടാനും ഇഷ്ടമല്ല, പുതിയ ആളുകളുടെ കൂടെ പോകാനും ഇഷ്ടമല്ല. ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ? ദ പ്ലേസസ് യു ഫീൽ ഫെമിലിയർ ആൻഡ് കംഫർട്ടബിൾ. നിങ്ങൾ സ്ഥിരം പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. തുണി മേടിക്കണമെങ്കിൽ പർട്ടിക്കുലർ കട, കാപ്പി കുടിക്കണമെങ്കിൽ പർട്ടിക്കുലർ ഹോട്ടൽ. കാരണം എന്താ? അവിടെ നിങ്ങൾക്ക് നല്ല പരിചയമാണ്. ആ സ്ഥലത്തിന്റെ മുക്കുമൂലകളും അവിടുത്തെ ആളുകളും വെരി കംഫർട്ടബിൾ. കയറി ചെന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇറ്റ്സ് സോ കംഫർട്ടബിൾ ദാറ്റ് യു ഫ്രീക്വന്റ് ദിസ് പ്ലേസ് അഗൈൻ ആൻഡ് അഗൈൻ. ദ ലാംഗ്വേജ് യു ക്യാൻ സ്പീക്ക് റൈറ്റ്. എനിക്കൊരു ഫാമിലിയർ ലാംഗ്വേജ് ഉണ്ട്. അത് മലയാളമാകാം, മറ്റേതെങ്കിലും വിഷയമാകാം. ഞാൻ അത് തന്നെയാ സംസാരിക്കാനും പറയാനും എഴുതാനും ടിവിയിൽ കാണാനൊക്കെ എനിക്കിഷ്ടം ആ ഭാഷയാണ്. അതിൽ നിന്ന് ഭാഷയൊന്ന് മാറേണ്ടി വരുമ്പോൾ ഒരു തരം ഡിസ്കംഫർട്ട് ഫീലിംഗ്. അതായത് ഞാൻ ഐ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. വെഹിക്കിൾ യു റൈഡ് വിത്ത് ഈസ്. കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട്. ഞാനങ്ങ് കയറിയിരുന്നാൽ മതി. പലരും പറയാറില്ലേ, വാഹനം തന്നെ പോയിക്കോളും. കാരണം എനിക്ക് ആ വാഹനവുമായിട്ട് അത്രമാത്രം പരിചയമാണ്. കംഫർട്ട് ഫീലിംഗാ. ദ ഫുഡ് യു കുക്ക് റെഗുലർലി. കണ്ണുമടച്ച് കുക്ക് ചെയ്യാൻ പറ്റും. കാരണം കൊല്ലങ്ങളായിട്ട് സെയിം ഫുഡ്, സെയിം ടേസ്റ്റ്. അങ്ങനെ കംഫർട്ട്. ദ റൂട്ട് യു ട്രാവൽ ഡ്രൈവ്. സ്ഥിരം പോകുന്നൊരു റൂട്ടുണ്ട്. അങ്ങനെ അതിൽ കൂടി മാത്രമേ ഞാൻ വാഹനം ഓടിച്ചു പോവുകയുള്ളൂ. എനിക്ക് ശരിക്കും എന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് വിവിധ മാർഗങ്ങളുണ്ട്. എങ്കിലും സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയുണ്ട്. അതിന് മാത്രമേ ഞാൻ പോകൂ, അത് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. മറ്റു റൂട്ട് എടുക്കുമ്പോൾ ഒരു തരം ഡിസ്കംഫർട്ട് ഫീലിംഗ്. ദ ജോബ് യു ആർ യൂസ്ഡ് ടു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറാൻ പറ്റൂല. കാരണം ഞാൻ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാ. എത്ര കൊല്ലമായി എന്നറിയോ? ഇതൊരു അതങ്ങ സുഖം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതാനും കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. എല്ലാം ചേർക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇത് ഞാനാ, ഇതെനിക്ക് പറ്റിയതാ, ഞാൻ ഇങ്ങനെ തന്നെയാ എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ, ഇഫ് യു ടിക്ഡ് മേ ബി 1 or 2 or 3 or 4, യു ഹാവ് ബീൻ സ്റ്റക്ക്. തിരിച്ചറിയണം, സ്റ്റക്കായി കിടക്കുകയാ. യെസ്, അവിടെ കുടുങ്ങിക്കിടക്കുകയാ. യു ഹാവ് നോട്ട് ബീൻ ഗ്രോയിങ്. വളർച്ച എന്നോ നിന്നുപോയത്, വളരുന്നില്ല. 9+ പേർപ്പസ് എന്താ? ഓരോ വ്യക്തിക്കും വളരുവാനുള്ള പ്രചോദനം പുറമേ നിന്നും കൂടി ആവശ്യമുള്ളത് കാരണം അത് 9+ൽ കൂടി കിട്ടുകയാണ്. അത് കിട്ടി ആ വളരുവാനുള്ള പ്രചോദനം ഉള്ളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഉള്ളിൽ നിന്ന് പുറമേക്ക് വളരുകയാണ്. നമുക്ക് തിരിച്ചറിയണം, ഇന്ന് there is no growth in the comfort zone. കംഫർട്ട് സോണിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഇല്ല എന്ന് തിരിച്ചറിയണം. ലൈഫ് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് എ കംഫർട്ട് സോൺ. മറ്റൊരു തിരിച്ചറിവ് എന്തായിരിക്കണം? ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് കംഫർട്ട് സോൺ അങ്ങ് തീരുന്ന സ്ഥലത്താ. അവിടം വിടാൻ നമ്മൾ വില്ലിങ് ആകണം. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറമേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ വളർന്നു വലുതാവുന്നു. അങ്ങനെ ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറമേക്ക് വരാൻ വില്ലിങ് ആകണം. ഇതിനർത്ഥം പലതുമാണ്. ആ ബോൺസായി ആപ്പിൾ ചെടി ആ ചട്ടി പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് വിശാലമായ പ്രപഞ്ചത്തിലേക്ക് ആഴത്തിൽ വേരുകൾ താഴ്ത്തുവാൻ പ്രിപ്പയർഡ് ആകുമ്പോൾ അതിലുണ്ടാകുന്നത് 8-10 ആപ്പിൾ മാത്രമല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആപ്പിളുകൾ ആ ആപ്പിൾ മരത്തിൽ നിന്ന് ലഭ്യമാകും. അപ്പോൾ വളരണമോ? പുറമേക്ക് വരണം. കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വന്നേ പറ്റൂ. 9+ ഇതൊരു വലിയൊരു കൂട്ടായ്മയാണ്. എത്രയോ വ്യക്തികൾ ഇപ്പോൾ 1085 ദിവസമാകുമ്പോൾ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വന്ന നൂറുകണക്കിന് ആളുകളുടെ സംഗമമാണ് 9+. നമുക്കൊക്കെ അതിൽ അഭിമാനമുണ്ട്. അവരുടെ പേരുകൾ നമുക്കറിയാം. നമ്മുടെ പേരുകളും കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വന്ന ഒരു വ്യക്തി എന്ന പേരിൽ അറിയപ്പെടണം ഇന്നു മുതൽ. കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്തൊക്കെയാകാം? തിങ്കിങ് പാറ്റേൺ. ഞാൻ ഒരു നിശ്ചിത കാര്യത്തെ പറ്റി മാത്രമേ ചിന്തിക്കൂ, ഒരു നിശ്ചിത രീതിയിൽ മാത്രമേ ചിന്തിക്കൂ. മാറണം. പുതു കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു തുടങ്ങണം.
ബന്ധങ്ങൾ, ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് സർക്കിളുണ്ട്. ആ റിലേഷൻഷിപ്പ് സർക്കിളിൽ നിന്നൊന്ന് പുറമേക്ക് വരണം. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മാവും കുറച്ചുകൂടി പുതിയ ആളുകളിലേക്ക് ഇറങ്ങാൻ സാധിക്കുമോ? ചെയ്യുന്ന ജോലി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് സുഖമുണ്ട്, കാരണം ശീലിച്ചു പോയതാ. എന്തുകൊണ്ട് അതേ ജോലിയിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ട്രൈ ചെയ്തുകൂടാ? ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിന് മുൻപും അതിന് ശേഷവും മറ്റു ചില ചലഞ്ചിങ് ജോലികളിലേക്ക് മാറിക്കൂടാ? ഏർണിംഗ് ആൻഡ് സ്പെൻഡിങ്, എനിക്കൊരു നിശ്ചിത വരുമാനം ദിവസം, ആഴ്ചയിൽ, മാസം വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു പണിയല്ല. എനിക്കൊരു സ്പെൻഡിങ്ങിനുമുണ്ട് ഒരു കംഫർട്ട് സോൺ. ഞാൻ ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്യും, അതിനപ്പുറത്തേക്ക് സ്പെൻഡിങ്ങും ഇല്ല, ഏണിങ്ങും ഇല്ല, സ്പെൻഡിങ്ങും ഇല്ല. പുറമേക്ക് വരണം. ട്രാവലിംഗ്, ഞാൻ ഒരു നിശ്ചിത വളയത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാത്ത വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് ഒരുതരം പേടിയാ. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ട്, അവിടെ ടൗൺ വിട്ട് പുറത്തു പോകൂല, കേരളം വിട്ടൊന്ന് തമിഴ്നാട്ടിലേക്ക് പോലും പോകൂല. ഗോ ഔട്ട്. ലാംഗ്വേജ്, ശീലിച്ച ഭാഷ മാത്രം സംസാരിക്കുക. എന്തുകൊണ്ടൊരു പുതിയ ഭാഷ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ മിക്കവാറും എല്ലാവരും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇംഗ്ലീഷ്. കുറച്ചെങ്കിലും ഒന്ന് പഠിച്ച് സംസാരിക്കാൻ. അതേപോലെ തന്നെ ചില സ്കില്ലുകൾ, ഞാൻ പണ്ട് പഠിച്ച ചില സ്കില്ലുകളുണ്ട്, അതിനപ്പുറത്തേക്ക് ഞാൻ പോകില്ല. മാറണം. കംഫർട്ട് സോൺ വിടുവാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് എജെ ലിയോൺ പറഞ്ഞത് നമ്മുടെയും മുദ്രാവാക്യമാക്കി മാറ്റണം. ഡോണ്ട് ഫോളോ വെൽ ലിറ്റ് പാത്സ്. വെട്ടി ഒരുക്കിയ വഴികളിൽ കൂടി, വെളിച്ചമിട്ടിരിക്കുന്ന വഴികളിൽ കൂടി മാത്രം നടക്കരുത്. ഗ്രാബ് എ മാച്ചറ്റ് ആൻഡ് ഹാക്ക് ഡൗൺ യുവർ റോഡ്. നീ എന്ത് ചെയ്യണം? നിനക്ക് മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ അവിടെ ഇതാ ഒരു വനം, വഴി ഇല്ല എങ്കിൽ ഒരു വാക്കത്തി എടുത്ത് നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നീ വാക്കത്തി കൊണ്ട് വെട്ടി ഒരുക്കണമെന്ന്. ഇവിടെയാണ് കംഫർട്ട് സോൺ ലീവ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം. വഴികൾ പുതിത് വെട്ടി ഒരുക്കണം. നമ്മൾ പലരും പഠിച്ചിട്ടുള്ള ഒരു കവിതയാണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ. മനോഹരമായി കവി നമ്മൾ ഓർമ്മിപ്പിക്കുക വീണ്ടും. ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. വനത്തിൽ കൂടി ഞാൻ നടന്ന് ചെന്നപ്പോൾ വഴി രണ്ടായി തിരിയുകയാണ്. ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ഏത് വഴിക്ക് പോകണം? ഒരു വഴിയെ നോക്കുമ്പോൾ നല്ല വീതിയുള്ള, ആളുകൾ സ്ഥിരം നടന്ന് ശീലമാക്കിയിരിക്കുന്ന ഒരു വഴി, വെറുതെ അങ്ങ് നടന്നാൽ മാത്രം മതി. മറുവശത്തോ ഒത്തിരി പേര് നടക്കാത്ത, പുല്ല് മാത്രം ഒന്ന് വകഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വഴി. ഞാൻ ആ വഴിയാണ് സഞ്ചരിച്ചത്, കൂടുതൽ ആരും നടക്കാത്ത വഴി. എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വിജയങ്ങളും അനുഭവങ്ങളുമെല്ലാം ഞാൻ ആ തിരഞ്ഞെടുപ്പിന്റെ അനന്തരഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്കും ചൂസ് ചെയ്യണം. ഒത്തിരി പേർ നടക്കാത്ത പുതു വഴികൾ, കമ്മിങ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. ഇതെങ്ങനെ സാധ്യമാകും? ഒന്ന്, ഈ കമ്പനി വിത്ത് റിസ്ക് ടേക്കേഴ്സ്. കംഫർട്ട് സോണിൽ നിന്ന് പുറമേക്ക് വന്ന ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിലും ഓഫീസിലൊക്കെ ഉണ്ടാവും. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കഥകൾ കേൾക്കുക. ഇന്നത്തെ കാലത്ത് ഒത്തിരി ചാനലുകളൊക്കെ ഉണ്ട്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തവരുടെ കഥകൾ മാത്രമുള്ള ചാനലുകളുണ്ട്. അപ്പം അവയൊക്കെ കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടേക്ക് ബേബി സ്റ്റെപ്സ്. നടക്കാൻ പഠിക്കുന്ന ഒരു കുട്ടി ആദ്യം എഴുന്നേറ്റ് ഓടുകയല്ല, ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു, ചെറു സ്റ്റെപ്പ് എടുക്കുക. നമുക്കും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ഇത്രയും നാളും ചെയ്യാത്ത, പേടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ, ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് ആരംഭിക്കാം. ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, സി ഫെയിലിയർ ആസ് എ ടീച്ചർ. അങ്ങനെ നമ്മൾ കംഫർട്ട് സോൺ വിട്ട് പുറമേക്ക് വരുമ്പോൾ എല്ലാം കംഫർട്ട് സോണിൽ ഇത് ചെയ്യുന്നത് പോലെ ആയിരിക്കണം എന്നില്ല. ചെറു പരാജയങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അതിനെ എങ്ങനെ എടുക്കണം? ഒരു ടീച്ചറായിട്ട് എടുക്കുക. ഒരു പാഠം പഠിച്ചാൽ മാത്രം മതി. അവിടെ റിഗ്രറ്റ് ചെയ്ത് ഇരിക്കാതിരിക്കുക. ഐഡന്റിഫൈ ഹൗ സ്റ്റെപ്പിംഗ് ഔട്ട് വിൽ ബെനിഫിറ്റ് യു. മനസ്സിലിങ്ങനെ ധ്യാനിക്കണം. ഈ കംഫർട്ട് സോൺ വിട്ട് ഞാൻ പുറമേക്കൊന്ന് വരുമ്പോൾ
അത് ഏതൊക്കെ രീതികളിൽ എന്നെ ഹെൽപ്പ് ചെയ്യും? പല രീതിയിലായിരിക്കും. സാമ്പത്തിക ഉന്നമനം അടക്കം എനിക്കുണ്ടാകും. നല്ല ബന്ധങ്ങൾ എനിക്കുണ്ടാകും. എല്ലാവിധ രീതികളിലും എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. കംഫർട്ട് സോണിലുള്ള ആളുകൾ കംഫർട്ട് സോൺ വിടാനുള്ള പേടി എന്താ? അഥവാ തെറ്റുപറ്റിയാൽ എന്നെ മറ്റുള്ളവർ കളിയാക്കുമോ? ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. ആളുകൾ കളിയാക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ അതും ഒരു രസമല്ലേ? നൂറുകണക്കിന് ആളുകൾക്ക് തെറ്റുപറ്റിയ സ്ഥലത്ത് എനിക്ക് ഒരു തെറ്റുപറ്റുമ്പോൾ ഞാൻ ആദ്യത്തെ ആളല്ല ഈ തെറ്റ് വരുത്തുന്നത്. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. തെറ്റുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് ഡു വൺ തിങ് എവറി ഡേ ദാറ്റ് സ്കെയർസ് യു. നിങ്ങൾക്ക് പേടിയുള്ള ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഒരു കാര്യം എങ്കിലും ഒരു ദിവസം പ്രാവർത്തികമാക്കണം. അതെന്തുമാകട്ടെ. ഒരു അപരിചിതനോട് സംസാരിക്കാൻ പേടിയ, ഒരാളോടെങ്കിലും സംസാരിക്കുക. അപരിചിതനോട് പുഞ്ചിരിക്കാൻ പേടിയ, ഒരു അപരിചിതനോടെങ്കിലും ഒരു ദിവസം പുഞ്ചിരിക്കുക. ഇംഗ്ലീഷിൽ 2 സെന്റൻസ് പറയാൻ പേടിയ, ചോദ്യം ചോദിക്കാൻ പേടിയ, ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കുക. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിലെ സെന്റൻസ് മറുപടി പറയുക. കൂടിപ്പോണ്ടെങ്കിൽ ഇത്രയല്ലേ സംഭവിക്കുകയുള്ളൂ. കൂടിപ്പോണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുമായിരിക്കും. അതിനുള്ള പരിഹാരം ഇവിടെ കണ്ടു കഴിഞ്ഞു. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. അപ്പോൾ കംഫർട്ട് സോൺ വിട്ട് പുറമേക്ക് വരുവാൻ ഉള്ളൊരു ദിവസമാക്കി നമുക്കിതിനെ മാറ്റണം. ജീവിതത്തിലെ വിജയം ഇരിക്കുന്നത് കംഫർട്ട് സോൺ തീരുന്ന സ്ഥലത്താണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷനിലേക്ക് നീങ്ങാം.